കൃഷി, കുടിവെള്ളം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 37 കോടി രൂപ വരവും 32 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. കൃഷി, ടൂറിസം, കുടിവെള്ളം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. 37,23,25,837 രൂപ വരവും 31,82,93,750 രൂപ ചെലവും 5,20,32,087 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെനി തോമസ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. തന്നെയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പാവങ്ങളുടെയും അടിസ്ഥാന വിഭാഗങ്ങളുടെയും ക്ഷേമത്തിലൂന്നിയും മാനസിക പരിഗണനയാണ് ഈ ബജറ്റിന്റെ മുഖമുദ്ര. സാമ്പത്തിക വർഷ തുടക്കത്തിൽ തന്നെ പദ്ധതി ചെലവുകൾ നടത്തിപ്പിനും ഏറ്റെടുക്കുന്ന പദ്ധതികളെല്ലാം തന്നെ ബജറ്റ് വർഷം തന്നെ പൂർത്തീകരിക്കാനുമുള്ള ഈ ബജറ്റ് ലക്ഷ്യമിടുന്നു. സാമൂഹിക സുരക്ഷയ്ക്കും കൃഷിക്കും ദാരിദ്ര്യ ദൂരീകരണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി സർക്കാരിൻ്റെ ലൈഫ് മിഷനുമായി ചേർന്ന് ഗ്രാമപഞ്ചായത്തിലെ ഭവനരഹിതരെ മുന്നിൽ കണ്ട് ലൈഫ് ഭവന പദ്ധതി പ്രഥമ പരിഗണന നൽകിക്കൊണ്ടും ഉൽപ്പാദന വർധനയിലൂടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ച് കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടും പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾക്കായി തുക വകയിരുത്തിയും കാലഘട്ടത്തിൻ്റെ ആവശ്യകത മുന്നിൽ കണ്ട് ശുചിത്വ മേഖലയിൽ പ്രത്യേകിച്ച് പദ്ധതികൾ ഏറ്റെടുക്കുന്നതിലും 2026-27 ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ദേവി ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 2026-27 കരട് ബഡ്ജറ്റാണ് നമ്മളിവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. നമ്മുടെ മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ സമസ്ത മേഖലകളിലും വികസനം കൈവരിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ ഒരു തുടർച്ചയാണ് ഈ ബഡ്ജറ്റിൽ പ്രതിഫലിക്കുന്നത്. കൃഷി, പാർപ്പിടം, കുടിവെള്ളം, ടൂറിസം, മാലിന്യ സംസ്കരണം, മൃഗസംരക്ഷണം, തെരുവുനായ നിയന്ത്രണം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ, യുവജനക്ഷേമം, പട്ടികജാതി വികസനം, പശ്ചാത്തല മേഖല, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി എല്ലാ മേഖലകളിലും പദ്ധതികൾക്ക് പരിഗണന നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.